പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ വേഗത കൂടിയതനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഗുണനിലവാരം, സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ദൈവത്തോട് അടുക്കുന്നതിൽ നാം കുറവ് വന്നുവെങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ തീരുമാനിച്ച് കാണും, ദൈവത്തോട് അടുത്തിരിക്കാൻ ഞാൻ അല്പസമയം കണ്ടെത്തും, ദൈവത്തിൽ നിന്ന് അകന്ന് മാറുകയല്ല, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ പിന്നെയും കടന്നു ചെല്ലും എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിത നന്മയ്ക്കും അനുഗ്രഹത്തിനും ദൈവത്തിന് പ്രസാദം വരുവാനും കാരണമാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. എന്നാൽ മറ്റൊരു ഭാഗം കൂടെ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടത്, വേഗത വർദ്ധിച്ചപ്പോൾ ഉണ്ടായ മറ്റൊരു വർധനവിനെ കുറിച്ചാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഒക്കെ വേഗത കൂടിയപ്പോൾ വർദ്ധിച്ചതാണ്. നമുക്കറിയാം, ഇന്ന് അപകടങ്ങൾ എന്തുമാത്രമാണ് നമ്മുടെയൊക്കെ വഴികളിൽ നടക്കുന്നത്. യാത്രാവേളകളിൽ എത്രയോ പേര് അപകടങ്ങൾ വഴിയായി മുറിവ് സംഭവിച്ച്, അംഗവൈകല്യം സംഭവിച്ച്, മരണം സംഭവിച്ചൊക്കെ ആയിപ്പോയത് നമ്മൾ കേട്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ വളരെ വ്യക്തമായി മിക്കപ്പോഴും അറിയിക്കുന്നതാണ്. നിര്യാതരായവരുടെയൊക്കെ ആ പേജുകൾ എടുത്ത് നോക്കി എത്രയോ പേര് മരണം വഴിയായി കടന്നു പോയിട്ടുണ്ട്. പ്രിയരെ, നമ്മളെയൊക്കെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്, ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മൾ ജീവിച്ച് ഏതെങ്കിലും അപകടത്തിലും രോഗത്തിലും ദുഃഖത്തിലൊക്കെ ആയി നിരാശയിലായി ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, നിർണയപ്രകാരം. അതായത് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു നിർണയം, ഒരു ഉദ്ദേശം, ദൈവത്തിന് എന്തോ ഒന്ന് സാധിക്കാനുണ്ട് എന്നുദ്ദേശിച്ചാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരുന്നത്. ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന നമുക്കൊക്കെ അറിയാം, 70-80 വയസ്സ് വരെയൊക്കെയാണ് സാധാരണ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിലായാൽ നമ്മൾ അതിനൊക്കെ വളരെ മുൻപ് തന്നെ നമ്മൾ ക്ഷീണിതരായി മരണത്തിന് അടിമപ്പെട്ടു പോകുന്നു. വളരെ കുറച്ച് പേരേ ഉള്ളൂ 80 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെയും ജീവിക്കുന്ന കാലഘട്ടം ആരോഗ്യത്തോടും സൗഖ്യത്തോടും സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്ത് പ്രയോജനം? അപ്പോൾ തന്നെ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് അറിയുന്നത് നല്ലതാണ്. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? ഇങ്ങനെ വേദപുസ്തകത്തിൽ ദൈവത്തോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തൊരു വാചകമുണ്ട്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. സ്വർഗത്തിലെ പോലെ, അതായത് എല്ലാം ഭംഗിയായി, എല്ലാം നന്നായിരിക്കുന്ന സ്വർഗത്തിലെ അനുഭവം, ദൈവമായിരിക്കുന്നിടത്തെ അതേ അനുഭവം ഭൂമിയിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരുന്നത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കടമയെന്ത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ത്? ഈ സ്വർഗത്തിൻ്റെ അതേ അനുഭവം, ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ചൈതന്യത്തിൻ്റെ, ആവേശത്തിൻ്റെ, എല്ലാ സമാധാനത്തിൻ്റെയൊക്കെ അന്തരീക്ഷം നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുകൊണ്ട് വേഗത മാത്രമല്ല, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം നിരാശ വരുത്തുന്ന, ദുഃഖം വരുത്തുന്ന, വിഷമം വരുത്തുന്ന, പ്രയാസം വരുത്തുന്നതൊക്കെയും മാറി വരേണ്ടത് ആവശ്യം. ഇതിനൊക്കെ ആധാരമായിരിക്കുന്നത് ദൈവം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി, ദൈവമേ അങ്ങ് ചെയ്യണമേ, ഞാൻ അതിനു വേണ്ടി ഒരു നല്ല ഉപകരണമായി ഞാൻ ഈ ഭൂമിയിൽ നിൽക്കും. ദൈവം എന്നെക്കുറിച്ച് നിർണയിച്ച നിർണയം നിറവേറ്റുവാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലും അതേപോലെ നടക്കുവാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ,
അങ്ങ് എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന നാളുകൾ എത്ര വർഷമാണോ, ആ നാളുകളിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തെടുപ്പാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മിക്കപ്പോഴും ദൈവമേ എനിക്ക് പറഞ്ഞു തരണമേ, അതിനുള്ള വഴികൾ ഉണ്ടാക്കി തരണമേ, സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണമേ. ഒരാൾക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി എന്തെങ്കിലും ഞാനാൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എനിക്കതിനുള്ള ബുദ്ധിയും അറിവും തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഞാൻ ആയിട്ട് സാധിപ്പിച്ചെടുക്കും. എനിക്ക് ലഭിച്ച ഈ മനുഷ്യ ആയുസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമി നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. താല്പര്യപ്പെടുമോ? ദൈവത്തോട് പറയും, ദൈവമേ, ഒരു നല്ലൊരു ഉപകരണമായി ഞാൻ ദൈവകരങ്ങൾ തരുന്നു. അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ സഹായിക്കണമേ. എന്നെ അതിനായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ഞാൻ മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.